വെള്ളി ഞായർ രാവിലെ 7:45 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10. ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. ഓഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് ഓൾഡ് മോഡൽ ഐഫൈ സിസ്റ്റങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇതിൻ്റെ മുന്നേ ഞാൻ 1-2 ഓഡിയോ ഐഫൈ സിസ്റ്റങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. അത് സോൾഡ് ഔട്ട് ആയി. അപ്പോൾ അത് സോൾഡ് ഔട്ട് ആയതിനു ശേഷം 1-2 സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇതുപോലെ വരികയാണെങ്കിൽ പറയാമെന്ന്. അപ്പോൾ ഇത് വന്നിട്ട് 1-2 മാസമൊക്കെ ആയി. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോരോ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതപ്പോൾ ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാനിത് സെയിൽസിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ഐഫൈ സിസ്റ്റങ്ങളൊക്കെ ഞാൻ ട്രാൻസിസ്റ്റർ വരുന്നതുണ്ടായിരുന്നു, അതുപോലെ തന്നെ STK വരുന്നതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസുകൾ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും അതിലെങ്ങനെയാണ് നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ സോൾഡ് ഔട്ട് ആയി. അപ്പോൾ അതിന് ശേഷം എനിക്ക് കൂടുതൽ ഇപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ നോക്കിയാൽ കാണാം ഇതുപോലെ വരികയാണെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട്. അതായത് കൂടുതലും ഓഡിയോ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇതുപോലുള്ള സിസ്റ്റങ്ങളെ കുറിച്ചിട്ട് അറിയാം. അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ STKൻ്റെ പ്രവർത്തനം എന്താണ്, ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഓഡിയോ നമ്മളെ ഒരു 80s 90s ഉപയോഗിച്ചിരുന്ന ആംപ്ലിഫയറിൽ ഉണ്ടായിരുന്ന STK ICയിലൊക്കെ പെർഫോമൻസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാതെ തന്നെ ഓഡിയോ ആസ്വദിക്കുന്ന ആളുകൾക്ക് അറിയാം. ഇപ്പോഴത്തെ ഒന്നും ജനറേഷനിലെ ആളുകൾക്കൊന്നും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ക്യാൻവുഡ്, ഇത് LG, ഇത് JVC, അതുപോലെ തന്നെ അത് സോണിയാണ്. അപ്പോൾ ഈ ക്യാൻവുഡ് വന്നിട്ട് അത് 1985 മോഡലാണ്. അതായത് 1985 ഇറങ്ങിയിട്ടുള്ള മോഡലാണ്. അപ്പോൾ ഇതുപോലെ വേറെ ഒരെണ്ണം എനിക്ക് ഇതിൻ്റെ മുന്നേ നമ്മളെ ചാനലിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് പ്രിയാമ്പായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ മുന്നത്തെ ട്യൂണർ ബോക്സ് നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ല. ഇതിൽ നമ്മൾ 2 കാസറ്റ് ഇടുന്ന സെക്ഷനും ബെൽറ്റ് പൊട്ടിയിട്ടൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ സർവീസില്ല, അതിപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻപുട്ട് ഓക്സ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, FM വർക്കിംഗ് ആണ്, അതുപോലെ തന്നെ ഇക്വലൈസർ മോഡ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഇത് ഒരു 10-40 വർഷം പഴക്കമുണ്ടെങ്കിലും ഞാനിത് എടുക്കുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഇതുപോലുള്ള STK വരുന്ന ആംപ്ലിഫയറുകളാണ് നമുക്ക് കോപ്പി, പിന്നെ STK കംപ്ലൈൻ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് STK വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഒറിജിനൽ STKൻ്റെ പെർഫോമൻസ് വേറെയാണ്, അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. ഇതിൽ കൊടുത്തിട്ടുള്ള STK ഒക്കെ നമുക്ക് 2000 തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒറിജിനൽ STK നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് കോയമ്പത്തൂരും സേലത്തൊക്കെ നമ്മൾ ഓൺലൈനിലായിട്ട് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള പഴയ ഐഫൈ സിസ്റ്റങ്ങളിൽ നിന്ന് നമുക്ക് ഒറിജിനൽ IC അവരെടുത്ത് തരാനാണ് പതിവ്. പക്ഷേ അതിൻ്റെയൊക്കെ കോസ്റ്റ് ഭയങ്കര കോസ്റ്റാണ്. അതൊരു മോഹവില എന്നൊക്കെ പറയില്ല, എന്നാൽ പോലെയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് ഈടാക്കുക. ഒറിജിനൽ IC മാത്രമല്ല നമുക്ക് ഇതിൽ സപ്പോർട്ടാകും. ഇതിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് IC നമുക്ക് സപ്പോർട്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് വർക്ക് ചെയ്യോ അല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. കാരണം എന്തായാലും ഇതിൽ ആംപ്ലിഫയർ സെക്ഷൻ വർക്ക് ചെയ്താലും ഇതിൽ ബാക്കി വേറെ എന്തെങ്കിലും എക്വലൈസർ മോഡോ അല്ലെങ്കിൽ നോബുകളോ ഏതെങ്കിലും വർക്ക് ചെയ്യാതിരിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞത് ഒരു കംപ്ലൈൻറ്റും ഇല്ല. എനിക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെക്കാനിസം ബെൽറ്റുകൾ പൊട്ടിപ്പോവുക എന്നല്ലാതെ വേറൊരു കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഫ്യൂസ് പോയിരുന്നു, മെയിൻ ഫ്യൂസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ മുന്നേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെങ്ങനെയാണ് USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുക, USB മൊഡ്യൂൾ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിക്കുക, അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള USB മൊഡ്യൂൾ വാങ്ങിക്കണം എന്നൊക്കെ കുറിച്ചിട്ടുള്ളൊക്കെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ USB മൊഡ്യൂൾ എന്ന് പറഞ്ഞപ്പോൾ ലോക്കൽ മാർക്കറ്റിലൊക്കെ നമുക്ക് നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളണമെന്നില്ല. നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അനൗൺസ്മെൻറ്റ് വരും, ബ്ലൂടൂത്ത് മോഡ് അതുപോലെ തന്നെ USB മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരും. ക്വാളിറ്റി തീരെ ഉണ്ടാവില്ല. നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ STKയുടെ പെർഫോമൻസ്. അപ്പോൾ അതും നല്ല രീതിയിലുള്ള ബ്ലൂടൂത്ത് മൊഡ്യൂൾ വാങ്ങിക്കണം. അപ്പോൾ ഞാനിതിൽ JJ ഇലക്ട്രോണിക്സ് നമ്മൾ കോയമ്പത്തൂർ, അതുപോലെ തന്നെ അവരെ തന്നെ വേറൊരു ഷോപ്പ് സേലത്തുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ കൊറിയർ വാങ്ങിക്കാറാണ് പതിവ്. ഞാനിത് പ്രൊമോഷനൊന്നും അല്ലട്ടെ, നിങ്ങൾക്ക് കോയമ്പത്തൂർ തന്നെ ധാരാളം വേറെ ഷോപ്പുകളുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നൊരു ഷോപ്പാവുമെന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നും ചെയ്യുന്നതിൽ മെയിൻ ഫ്യൂസ് മാത്രം മാറ്റിണ്ടായിരുന്നു. പിന്നെ അടുത്തത് വരുന്നത് LG ആണ്. ഇത് നമുക്ക് വരുന്നത് 2010 ഇറങ്ങിയതാണ്. 2013 ഒക്കെ മോഡലാണ് എന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് STK അല്ല വരുന്നത്, ഇതിൽ നമുക്ക് മൈക്രോ IC ആണ് വരുന്നത്. ഇപ്പോഴത്തെ ടെക്നോളജി ഓഡിയോ സിസ്റ്റങ്ങളിലൊക്കെ നമുക്ക് ഹോം തിയേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന മൈക്രോ IC ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല പെർഫോമൻസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് സെയിലിന് ചെയ്യാനുള്ളതാണ്, ഇതും സെയിൽ ചെയ്യാനുള്ളതാണ്. പിന്നെ വരുന്നത് നമുക്ക് JVC ആണ്. ഇതിലും നമുക്ക് STK ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഏത് രീതിയിലുള്ള STK ആണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം.
പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത് ചെറുതാണെങ്കിലും അതിൽ യൂസ് ചെയ്തിട്ടുള്ള STK ഈ വരുന്ന മോഡലിൽ വരുന്ന അതേ സെയിം നമ്പർ വരുന്ന STK ആണ്. ഇതിലൊക്കെ ഒറിജിനൽ STK ആണ്. കാരണം കോപ്പി അല്ല, നമ്മളിത് സർവീസിങ്ങോ കാര്യങ്ങളോ പുറത്തുനിന്ന് വേറെ ആരും ചെയ്തിട്ടും ഇല്ല എന്നുള്ള ഗ്യാരണ്ടി ഞാൻ തരാം. കാരണം ഒറിജിനൽ STK ആണ്. അപ്പോൾ ഇതിനൊക്കെ എത്ര വാട്ട്സിൻ്റെ സ്പീക്കേഴ്സ് വേണം, അപ്പോൾ ഇതിൽ എത്ര ഓംസാണ് ഇതിൽ സപ്പോർട്ടാകുക, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ചിലപ്പോൾ ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഇത് നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെയാണ് നമ്മളിത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറങ്ങി തിരിഞ്ഞ് എപ്പോഴാണ് നിങ്ങൾ കാണുക എന്നുള്ള അറിയില്ല. ഞാൻ എപ്പോഴും പറയണത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കാണുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ ഏതെങ്കിലും സിസ്റ്റങ്ങൾ സോൾഡ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ വീഡിയോൻ്റെ തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഫസ്റ്റ് പിൻ ചെയ്യും ഈ സിസ്റ്റം സോൾഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ അത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സും കണ്ടതിന് ശേഷം എനിക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ എനിവേ ഇത് നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ചിലപ്പോൾ ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ക്യാൻവുഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1985 ഇറങ്ങിയതാണ്. ഓൾമോസ്റ്റ് ഒരു 40 ഇയേഴ്സിൻ്റെ പഴക്കം വരുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് കിട്ടുന്ന സമയത്ത് ഇൻകേസ് ഇതിൻ്റെ STK ആയിരുന്നു പ്രോബ്ലം എങ്കിൽ ഒരു പക്ഷേ അത് ശരിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് സാധാരണ ഇതുപോലുള്ള വൈഫൈ സിസ്റ്റങ്ങളിലൊക്കെ നമുക്ക് കോപ്പി STK നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിപ്പോൾ വാങ്ങിക്കാൻ കിട്ടൽ ലെയറാണ്. നമുക്ക് ഇതിൻ്റെ തന്നെ ഒറിജിനൽ STK നമുക്ക് കിട്ടും സേലത്തു നിന്നും കോയമ്പത്തൂരിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ അതിനൊരു മോവലാണ്. അവർ എത്ര റേറ്റ് പറയാന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെയൊക്കെ റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നത്തെ ഒരു വൈഫൈ സിസ്റ്റത്തിൻ്റെ ഇതേ സെയിം 4272 STK ICക്ക് റേറ്റ് ചോദിച്ചപ്പോൾ അവർ 2500 രൂപ പറഞ്ഞു. അപ്പോൾ അത് ഒറിജിനലാണ്. കാരണം ഇതുപോലുള്ള ഡെഡ് സിസ്റ്റത്തിൽ നിന്ന് അവർ കൊടുക്കുന്നതാണ്. അല്ലാതെ ഇത് കമ്പനി ഇതിൻ്റെ STK ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിനെ 2000 സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ ഇറങ്ങിയിട്ടുള്ളതൊക്കെ കോപ്പിയാണ്. പക്ഷേ ഇതിന് നമുക്ക് കോപ്പി യൂസ് ചെയ്യാനും പറ്റില്ല. ഇതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കത് കിട്ടിയ സമയത്ത് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആംപ്ലിഫയറിൻ്റെ സെക്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊക്കെ ബാക്കിയുള്ള നോബുകൾ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ശരിയാക്കി എടുക്കാം. പക്ഷേ STK കംപ്ലൈൻ്റ് ആണെങ്കിൽ ഒരു പക്ഷേ ശരിയാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഞാൻ ചെക്ക് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്തിട്ടാവും ഞാൻ ചെക്ക് ചെയ്യുക. അപ്പോൾ കോപ്പി റൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഞാനത് മൈക്രോഫോൺ വെച്ചിട്ടാണ് ഇത് ഓഡിയോ ക്യാപ്ചർ ചെയ്യുന്നത്. നിങ്ങളുടെ ഫോണിലെ സ്പീക്കറിലാവും നിങ്ങളിതിൻ്റെ ഓഡിയോ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ലൈവായിട്ട് കേൾക്കുന്ന പെർഫോമൻസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല. അത് ലൈവായിട്ട് നമുക്ക് വർക്ക് ചെയ്യണത് നിങ്ങളിത് ലൈവായിട്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെയുള്ളൂ ഇതിൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത് മനസ്സിലാവുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ചെക്ക് ചെയ്യുക, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാം. ആ ഒരു രീതിക്കുള്ളൊരു ചെക്കിങ് മാത്രമാണ്. അല്ലാതെ എനിക്ക് ഇവിടെ കിട്ടുന്ന ആ പെർഫോമൻസ് ഒരിക്കലും ആ റെക്കോർഡിങ് ഒരിക്കലും നിങ്ങൾക്ക് എനിക്ക് ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങളുടെ കേൾക്കുന്നത് നിങ്ങളുടെ ഫോണിലെ സ്പീക്കറിലാവുമല്ലോ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നല്ല ഡിഫറൻസ് വരും. ഇത് ലൈവായിട്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെയുള്ളൂ അറിയാം. എനിവേ അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് KX48 ആണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീച്ചർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഏത് ഇയറിലാണ് ഇറങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ ഇൻപുട്ട് സെക്ഷൻ അതുപോലെ തന്നെ മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്, ഫോൺ ഇൻപുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മോഡ് സെക്ഷനുകൾ, ഓക്സിലേക്ക് കണക്ട് ചെയ്യാനുള്ള മോഡുകൾ, ട്യൂണറിലേക്ക് കണക്ട് ചെയ്യാനുള്ള മോഡുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ എക്വലൈസർ സിസ്റ്റം ബാക്കിയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ നോബുകൾ റെക്കോർഡിങ്ങിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യണം, സെറ്റ് ചെയ്യണത്, അതുപോലെ തന്നെ ടൈപ്പിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള സ്വിച്ച്, അതുപോലെ തന്നെ കാസറ്റ് കൗണ്ടർ മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസത്തിൻ്റെ ബെൽറ്റ് കാര്യങ്ങൾ മാത്രം പൊട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാസറ്റുകൾ, സാധാരണ അനലോഗ് കാസറ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ബെൽറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. പിന്നെ ഒന്ന് ഓയിൽ കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ നോക്കിയിട്ടില്ല. അതിൻ്റെ STK ഭാഗം ആംപ്ലിഫയർ സെക്ഷൻ മാത്രമേ ഉള്ളൂ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 40 വർഷം പഴക്കമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇതിൽ വയർലെസ് റിമോട്ട് കൺട്രോൾ എന്നുള്ളൊരു ലെറ്ററാണ് ഈ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് ഫോക്കസ് ആണോ എന്നറിയില്ല. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് മോട്ടോർ ഡ്രൈവ് വോളിയം കൺട്രോൾ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 85 90s വിദേശത്ത് നിന്ന് വന്നിട്ട് ആളുകൾ കൊണ്ടുവന്നിട്ടുള്ള സോണി ഡെക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെയൊക്കെ റിമോട്ട് നമ്മൾ വോളിയം കൂട്ടുന്ന സമയത്ത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ നോബ് റൊട്ടേറ്റ് ആവും. നമ്മൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് റിട്ടേണും ഡൗൺ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതാണ് മോട്ടോർ ഡ്രൈവ് വോളിയം കൺട്രോൾ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വോളിയം കൺട്രോൾ ഒരു മോട്ടോർ സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമ്പോൾ ഈ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഈ മോട്ടോറാണ് ഈ വോളിയം കൺട്രോളിന് ഓട്ടോമാറ്റിക്കായിട്ട് തിരിക്കുന്നത്. ഇപ്പോഴൊന്നും ആ സിസ്റ്റമല്ല, ഇപ്പോഴൊക്കെ ടെക്നോളജി മാറി. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ റിമോട്ടൊന്നും നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. അതൊന്നും വാങ്ങിക്കാനും കിട്ടാൻ ചാൻസ് ഇല്ല.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ബാക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് പാനൽ. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും കൊല്ലം പഴക്കമുള്ളതാണെങ്കിലും ഇതിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, സ്ക്രാച്ചോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഫസ്റ്റ് മുകളിൽ കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റ് റൈറ്റും വരുന്നത് 8 ohmsഉം അതുപോലെ തന്നെ 60 ohmsഉം സ്പീക്കർക്ക് കൊടുക്കാനുള്ളതാണ്. ഇതിൻ്റെ താഴെ വരുന്നത് 4 ohmsലേക്ക് കൊടുക്കാനുള്ളതാണ്. പിന്നെ വരുന്നത് ഇതിലേക്ക് 2 ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രിയാമ്പാണ്. ഇത് നമുക്ക് ട്യൂണർ യൂണിറ്റിലേക്ക് കൊടുക്കാനുള്ള 220 വോൾട്ട് ഔട്ട്പുട്ട് സെക്ഷനാണ് ഇത് രണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ട്യൂണർ FM ട്യൂണർ കാര്യങ്ങളൊക്കെ വരും. അത് ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡയഗ്രാമും കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ട്യൂണർ ബോക്സ് നമുക്ക് ഇതിൻ്റെ മുകളിൽ വരും. ഇത് 2 ലെയർ സെക്ഷനായിട്ടാണ് വരിക. അത് നമുക്കൊരു ലെയർ നമുക്ക് വന്നിട്ടില്ല, ഈ ഒരു യൂണിറ്റ് മാത്രമേ നമ്മളെടുത്ത് വന്നിട്ടുള്ളത്. അതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ആംപ്ലിഫയർ ഭാഗം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ USB മൊഡ്യൂൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ പെൻഡ്രൈവ്, മെമ്മറി കാർഡ്, ഒരു ഓക്സ് ഇൻപുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് എങ്ങനെ കണക്ട് ചെയ്ത് എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിൻ്റെ അതേ സെയിം മോഡൽ വേറെ ഒന്ന് വന്നത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരേ മെത്തേഡ് തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് 4172 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു STK ആണ്. അപ്പോൾ ആ STKയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു 90s ഉള്ള ആളുകൾക്ക് എന്തായാലും അറിയാം. അന്നത്തെയൊക്കെ സമയത്ത് ഒരുവിധം ആംപ്ലിഫയറിലും കാര്യങ്ങളൊക്കെ അതായിരുന്നു. പക്ഷേ ഒറിജിനൽ ഒരിക്കലും കിട്ടിയിരുന്നില്ല. ഒറിജിനലൊക്കെ 2000 കൂടിയിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, KX48. അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓഡിയോ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ലൈവായിട്ട് ഉള്ള ഒരു ഓഡിയോ എഫക്റ്റ് നിങ്ങൾക്ക് എന്തായാലും കേൾക്കാൻ ചാൻസ് ഇല്ല. നമ്മളിവിടെ ക്യാപ്ചർ ചെയ്യണത് മൈക്രോഫോൺ വെച്ചിട്ടാണ്. നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ സ്പീക്കർ വെച്ചിട്ടേ കാരണം. അപ്പോൾ എന്തായാലും ആ ഒരു എഫക്റ്റ് കിട്ടൂല. ഇനി ഒരുവിധം നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുക. അതുപോലെ തന്നെ ഞാൻ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടാവും ഇത് ഓഡിയോ ചെക്ക് ചെയ്യുക. എന്നാലും നമുക്കിതൊരു വർക്കിംഗ് ആണ് എന്നുള്ളൊരു ഉദ്ദേശമാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഫുള്ള് ഓഡിയോ എഫക്റ്റ് ഒന്നും നമുക്കിതിൽ ലൈവായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് ഇടണ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഇത് ഓഡിയോ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഓഡിയോ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 സ്പീക്കറിലെ ഒരു സ്പീക്കർ ഇതാണ്. ഇൽട്ടൺ കമ്പനിയുടെ സ്പീക്കറാണ്. ഈവൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സ്പീക്കർ 4 ohms ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മാഗ്നറ്റ് സൈസ് വരുന്നത് 1.5 ഇഞ്ചാണ് വീതി വരുന്നത്. അതുപോലെ തന്നെ 5 ഇഞ്ചാണ് റോള് വരുന്നത്. അത്രയും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള സ്പീക്കറാണ്. അപ്പോൾ ഇത് നമ്മൾ 2 എണ്ണമാണ് ഇതിൽ കൊടുക്കുന്നത്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 4 ohms ആണ് വരുന്നത്. ഇത് നമുക്ക് 8 ohms മാക്സിമം 60 ohms വരെ ഉള്ളത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ USB വഴിയാണ് ഇതിൻ്റെ ഓഡിയോ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 2 4 ohmsൻ്റെ 2 സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. സെയിം വാട്സിൽ തന്നെ ഉള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് ഒന്ന് എടുക്കാം. USB ഇവിടെ വർക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ വോളിയം കമ്മിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ശരിയാക്കിയതിന് ശേഷം ഞാൻ വോളിയം കൂട്ടാൻ പോവാണ്.
അപ്പോൾ ഇനി ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് വർക്കിംഗ് ആംപ്ലിഫയറിൻ്റെ സെക്ഷൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ്. ഒരു നോയ്സോ വേറെ എന്തെങ്കിലും അമ്മിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും നമുക്ക് ഇതിൽ 8 ohmsന്റെ സ്പീക്കറാണ് 2 കൊടുക്കണമെങ്കിൽ ഒന്നുകൂടി ബേസും കാര്യങ്ങളും ഉണ്ടാകും. ഞാനിവിടെ വോളിയം കൂട്ടുന്ന സമയത്ത് ഇവിടെ നോബ് ചേഞ്ച് ചെയ്യുമ്പോഴും അതിൽ വേറെ ഒരു പരപ്പരപ്പായിട്ടുള്ള സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിന് കൂടുതൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് വർക്കിങ്ങിൻ്റെ ഏറെക്കുറെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിത് കൂടുതലായിട്ട് ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്ന അതേ പെർഫോമൻസ് എന്തായാലും നിങ്ങൾക്ക് കേൾക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4172 ആണ് STK വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് യൂണിറ്റ് മാത്രമാണെങ്കിൽ, അതായത് ആംപ്ലിഫയർ മാത്രമാണെങ്കിൽ 3000 രൂപ വരും. സ്പീക്കർ കൂടെ ആണെങ്കിൽ 6000 രൂപ വരും. ഈ 2 സ്പീക്കർ കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണെങ്കിൽ സെറ്റ് മൊത്തം 6000 രൂപ വരും. ഇതിൻ്റെ കൂടെ നമുക്ക് ഡെൻറ്റിൻ്റെ ട്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പെർഫോമൻസ് ഉള്ള സ്പീക്കറാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബോക്സ് ചെയ്തിട്ടുള്ളത് 2 ഇഞ്ചിന്റെ വുഡ് കൊണ്ടാണ്. നമുക്ക് ഇതിന്റെ മുകളിൽ കയറി നിന്നാലും ഒന്നും സംഭവിക്കില്ല. നല്ല സ്ട്രെങ്ത് ഉള്ള ക്യാബിനാണ്. അപ്പോൾ ടോട്ടൽ ഇതിന്റെ റേറ്റ് വരുന്നത് 6000 രൂപയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ആംപ്ലിഫയർ ഏതാ നോക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് LG ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2010 ശേഷം ഇറങ്ങിയിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് ആംപ്ലിഫയർ സെക്ഷനിൽ വന്നിട്ടുള്ളത് STK അല്ല, മൈക്രോ IC ആണ് വരുന്നത്. ഇപ്പോഴത്തെ നമ്മളുടെ ഹോം തിയേറ്ററിൽ ഇപ്പോഴത്തെ ആംപ്ലിഫയറിലൊക്കെ വരുന്ന ടെക്നോളജിയാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഇതിൽ USB പോർട്ട് വരുന്നുണ്ട്. ബട്ട് അതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2013 മുന്നുള്ള USB പോർട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു സോങ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പെൻ ഡ്രൈവിൽ ആദ്യം മുതൽ തന്നെ സ്റ്റാർട്ടാവും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ എന്തായാലും ഒരു USB മൊഡ്യൂൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാവും നല്ലത്. അതാവുമ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് കാര്യങ്ങളുണ്ടാവും. ഇപ്പോഴത്തെ ഒന്നും കൂടി ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു പഴയ USB പോർട്ടിനേക്കാൾ ഒന്നും കൂടി മെച്ചപ്പെടും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലൊരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ ഇതിൽ ഓഡിയോ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ നോബുകൾ ബാക്കിയുള്ള ഈക്വലൈസർ സെക്ഷന് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കാസറ്റിൻ്റെ സെക്ഷനിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബെൽറ്റ് ഡാമേജ് ആണ്. അപ്പോൾ അത് മാറ്റി ശരിയാവും. അതുപോലെ തന്നെ CD ഡ്രൈവ് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ മാത്രമാണ് ഇപ്പോൾ ഒന്ന് ഓഡിയോ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാൻ പോവാണ്. പള്ളം മേട് അതിശയமான പെൺതാനേ ഭൂലോകം എങ്കെ ഓടും പാടും കാലം യാവും നേരമാനന്ദം. ഇത് മോശം എന്നല്ല, ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി വേറെ, അതിന്റെ സൗണ്ട് ക്വാളിറ്റി വേറെ, അങ്ങനെയാണ്. അപ്പോൾ അത് STKയിലൊക്കെ യൂസ് ചെയ്തിട്ട് സോങ് ആസ്വദിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ എന്തായാലും അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇതിലിപ്പോൾ ഞാൻ വേറെ മോഡുകൾ ബാക്കി കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അവർക്ക് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എക്വലൈസർ, നമ്മൾ ബാസ്, ട്രബിൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഓക്കെയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇത് ഓഡിയോ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കറക്റ്റ് വർക്കിംഗ് കിട്ടില്ല. കற்பനയിൽ മെതക്കുത്, കണ്ടതയും രസിക്കുത്. ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള 2 സ്പീക്കർ വരുന്നത് 4 ohmsന്റെ ആണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ 8 ohms വരെ നമുക്ക് മാക്സിമം കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കൊടുത്തിട്ടുള്ള 2 സ്പീക്കർ ആണെങ്കിലും ഇതേ പെർഫോമൻസ് കാര്യങ്ങളുണ്ടാവും. ഇതിൻ്റെ കൂടെ വരിക ഈ 2 സ്പീക്കർ ആയിരിക്കും. ഇത് പൈനിയറിൻ്റെ ഒറിജിനൽ സ്പീക്കറാണ് വരുന്നത്. ഈ സെറ്റിനും ടോട്ടൽ വരുന്നത് സ്പീക്കർ അടക്കം വരുന്നത് 3500 രൂപയാണ്. അണകൾ 100 പോട്ടാലും
പുറപ്പെട നമുക്ക് സോങ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി റൈറ്റിംഗ് ഇഷ്യൂ വരും. അത് കാരണമാണ് ഞാൻ ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ എനിവേ നമുക്ക് അടുത്തത് ഏതാ നോക്കാം. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് JVC ആണ്. JVCയിൽ ഞാൻ ഓൾറെഡി ഇവിടെ ഞാൻ ഈ USB മൊഡ്യൂൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. USB മൊഡ്യൂൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന USB മൊഡ്യൂൾ പിന്നെ അത് അത്രയ്ക്ക് ക്വാളിറ്റി പോരാ. അപ്പോൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് STK ആണ് IC വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ചെക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും ഈ ഒരു സ്പീക്കറിനെ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് 4 ohms 8 ohms വരെയുള്ള സ്പീക്കർ കൊടുക്കാം. ഇതിൽ നമുക്ക് പിന്നെ ഇതിൽ നമുക്ക് CD ഡ്രൈവ് സെക്ഷൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, വർക്കിംഗ് ഓക്കെയാണ്. കാസറ്റ് ഇടുന്ന സെക്ഷനിൽ ഈ ഒരു സെക്ഷനിൽ മാത്രം കംപ്ലൈൻറ്റ് വരുന്നുണ്ട്, ബെൽറ്റ് പൊട്ടിയതായി കാണുന്നുണ്ട്. ഈ ഒരു ഭാഗം ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഓഡിയോ ചെക്ക് ചെയ്യുന്നത് ഓക്സിലാണ് കൊടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേ കാണിച്ചിട്ടുള്ള LG ഞാൻ പറയാൻ മറന്നു. അതിൻ്റെ ബാക്കിൽ നമുക്ക് 2 ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഹലോ, നമസ്കാരം. നമ്മള് സംസാരിച്ച് നടത്താനായിട്ടാണ് ഞാൻ തൃശ്ശൂര്. പറയും. പേര് പ്രതീഷ്. അതെ. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മുമ്പ് ചെക്ക് ചെയ്തിട്ടുള്ള സെയിം പൈനിയറിൻ്റെ 4 ohms സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഓക്സ് കണക്ട് ചെയ്തിട്ട് ലാപ്ടോപ്പിൽ നിന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓക്സ് കണക്ട് ആയിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് 402 ആണ് പിന്നെ STK വരുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് വേറെ ലെവലാണ്. അത് ബേസ് കുറച്ച് കൂടും. ഇതൊക്കെ ഒറിജിനൽ STK ഉണ്ടോ, അതൊന്നും ഡ്യൂപ്ലിക്കേറ്റ് STK വെച്ചിട്ട് ചെയ്തതല്ല. അതൊന്നും ആരും സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലേക്കുള്ള USB മൊഡ്യൂൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് ലാപ്ടോപ്പിൽ നിന്ന് ഓക്സ് വഴിയാണ്. ഇതിൻ്റെ ബാക്കിൽ 2 ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ FM. ഞാനിത് FM-ൻ്റെ കാര്യം മറ്റേ 2 സിസ്റ്റത്തിൻ്റെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെയൊക്കെ 2ൻ്റെയും FM കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമുക്ക് ഇവിടുന്ന് നമുക്ക് കോയാക്സിൽ കേബിൾ ആൻറ്റിനക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇടാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണമാണ് ഞാൻ FM ചെക്ക് ചെയ്യാത്തത്. FM ഒക്കെ വർക്കിംഗ് ആണ്. ഞാൻ ഒരു സോണിയുടെ പിന്നെ ഒരു STK സിസ്റ്റം വേറെ ഒന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ ഞാൻ ചെക്ക് ചെയ്ത സമയത്തൊക്കെ FM കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമുക്ക് സ്പീക്കർ വരുന്നത് പൈനിയറിൻ്റെ നേരത്തെ ചെക്ക് ചെയ്തിട്ടുള്ള സെയിം 4 ohms പൈനിയറിൻ്റെ സ്പീക്കറാണ്. ഇതിൻ്റെ നമുക്ക് AM അതുപോലെ തന്നെ ടൈപ്പ് അതുപോലെ തന്നെ CD ഈ മോഡുകളൊക്കെ കറക്റ്റ് വർക്കിംഗ് ആണ്. ഇതിൻ്റെ ബെൽറ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാസറ്റ് അനലോഗ് കാസറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ CD ഭാഗമൊക്കെ ഓക്കെയാണ്. ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഓക്സ് ആണ്. നമ്മളിത് കൂടുതൽ പ്ലേ ചെയ്യാത്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അത് കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ എഫക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ലൈവായി കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കൂടെ ഈ ഒരു പൈനിയറിൻ്റെ സ്പീക്കർ വരുന്നതാണെങ്കിൽ ഈ ഒരു സിസ്റ്റം വരുന്നത് 4000 രൂപയാണ്. നമ്മൾ 2 സ്പീക്കർ ഉണ്ടാവും, ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ നമ്മൾ ആഡ് ചെയ്ത് തരും. ഇനി അതല്ല ഇതിൻ്റെ കൂടെ നമുക്ക് 8 ohms 2 സ്പീക്കർ വരുന്നതാണെങ്കിൽ ഈ ഒരു
ഒരെണ്ണം ഈ ഒരു സ്പീക്കറും ഒരെണ്ണം ഈ ഒരു സ്പീക്കറുമായിട്ട് നിങ്ങൾ ഈ ഒരു സെറ്റിൻ്റെ കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ 5000 രൂപ വരും. അതല്ലാതെ ഈ ഒരു പൈനറിൻ്റെ 4 ohmസിൻ്റെ സ്പീക്കർ മാത്രമാണെങ്കിൽ 4000 രൂപ വരും. അടുത്ത് നമുക്ക് ഇനി ഒരു സോണിൻ്റെ ഹൈഫൈ സിസ്റ്റം കൂടി പരിചയപ്പെടാണ്ട്. സോ അടുത്ത് നമുക്ക് അത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് സോണി ഹൈഫൈ സിസ്റ്റം ആണ് വരുന്നത്. ഇതിൽ STK വരുന്നത് 054 ആണ് വരുന്നത്. നോർമലി യൂസ്വലായിട്ട് വരുന്ന സോണി ഹൈഫൈ സിസ്റ്റത്തിലൊക്കെ വരുന്ന പിന്നെ STK ആണ് വരുന്നത്. ഇത് പിന്നെ ക്യാബിന് ചെറുതാണെന്ന് നോക്കണ്ട, STK വരുന്നത് 054 ആണ്. ഇതിലെ ഓഡിയോ ക്വാളിറ്റി ഇതിനെക്കുറിച്ചിട്ട് അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന സ്പീക്കർ വരുന്നത് പിന്നെ 8 ohmസിൻ്റെ സ്പീക്കറാണ് വരുന്നത്. ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. ഈ സ്പീക്കറാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 3000 രൂപയാണ്. ഇത് നമ്മൾ ഓഡിയോ ചെക്ക് ചെയ്തിട്ടില്ല. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് സോണി GPT8D എന്ന മോഡലാണ് വരുന്നത്. ഇതിൽ നമുക്ക് സോണി ഹൈഫൈ സിസ്റ്റത്തിൽ യൂസ്വലായിട്ട് വരുന്ന സെയിം STK ആണ് വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ ചെറുതാണെന്ന് വിചാരിക്കും, പക്ഷേ STK ഒക്കെ നമ്മളെ നോർമൽ 054 ആണ് വരുന്നത്. ഇത് നമുക്ക് പിന്നെ മോഡൽ വരുന്നത് 2000 മോഡലാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതിൽ ഞാൻ USB മൊഡ്യൂൾ കണക്ട് ചെയ്തിട്ടില്ല. നമ്മൾ USB മൊഡ്യൂൾ നമുക്ക് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ ഞാൻ USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് തന്നെ ആവും തരിക. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45. ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10. ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഓക്സ് കൊടുത്തിട്ടുള്ളത് ലാപ്ടോപ്പിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 2 ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ DVD വരുന്നുണ്ട്. DVD റീഡിങ് കാണിക്കുന്നുണ്ട്. ലെൻസ് പൂപ്പല് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്താൽ ശരിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗമൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓയിലൊക്കെ കൊടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാക്കി എടുക്കാം. ഞാനിതിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ മാത്രമേ ഉള്ളൂ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഓക്സിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒന്ന് ഓഡിയോ സിസ്റ്റത്തിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ശരിക്കും ഇതിലെ ബേസ് അതുപോലെ തന്നെ ട്രബിള് കാര്യങ്ങളൊക്കെ കേൾക്കാം. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്, ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴൊക്കെ ഹൈഫൈ സിസ്റ്റങ്ങൾ എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഷോപ്പിലൊന്നും ഹൈഫൈ സിസ്റ്റങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഒക്കെ സൗണ്ട് ബാറുകൾ, ഹോം തിയേറ്ററുകൾ അങ്ങനെ വന്നു. ശരിക്കും നമ്മൾ ഓഡിയോ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 80s-ലും 90s-ലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാം ആ സമയത്തൊക്കെ സോങ് കേട്ടിട്ടുള്ളത്. ഒരു പക്ഷേ 80s-ലും 90s-ലൊക്കെ ഉള്ള സോങ്ങുകൾ തന്നെയാണ് ഇപ്പോഴും നമുക്ക് ആസ്വദിക്കാനൊരു സുഖം. ഇപ്പോഴത്തെ സോങ്ങൊന്നും എനിക്ക് എൻ്റെ അഭിപ്രായം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല. ഇപ്പം ഈ 2000-ന് ശേഷമുള്ള പാട്ടുകളൊന്നും ഞാൻ കൂടുതലും കേൾക്കാറില്ല. ഞാൻ അതുപോലെ തന്നെ 90s-ലെ സോങ്ങുകളൊക്കെ എൻ്റെ അടുത്തൊരു കളക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, ഇതിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു ഒരു 8 ohmസിൻ്റെ സ്പീക്കറാണ്. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ കൂടെ ഈ ഒരു സിസ്റ്റം വാങ്ങിക്കുകയാണെങ്കിൽ 3000 രൂപ വരും. അതല്ല നിങ്ങൾക്ക് 4 ohmസിൻ്റെ പൈനിയറിൻ്റെ സ്പീക്കർ അതിൻ്റെ കൂടെ വരുന്നെങ്കിൽ 2500 വരും. അപ്പോൾ നമുക്കിതിൻ്റെ ഓഡിയോ ഒന്നും കൂടി ചെക്ക് ചെയ്യാം. നമ്മളത് കൂടുതലും ഇളയരാജയുടെ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സ്പീക്കർ വെച്ചിട്ട് ഇത് പൈനറിൻ്റെ ഒറിജിനൽ കാർ സ്പീക്കറാണ്. ഇത് 6x9 ബോക്സിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2500 ഈ സെറ്റിൻ്റെ കൂടെ ഇത് 2 സ്പീക്കർ ഉണ്ടാവും. ഇതേ സെയിം സാധനം തന്നെ 2 എണ്ണം വരുന്നുണ്ട്. ഇത് ഞാൻ 6x9 ബോക്സിൽ നമ്മൾ ഫിക്സ് ചെയ്ത് തരുന്നതാണ്. ഇത് ഈ ഒരു പിന്നെ സ്പീക്കറിൽ ഞാൻ ഓൾറെഡി
പിന്നെ ഡസ്റ്റ് അടിഞ്ഞു കൂടിയിട്ട് പിന്നെ സൗണ്ട് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ആ സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി നോക്കി. ഇതിൽ ഡസ്റ്റ് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ചില ആളുകൾ ഇതിൻ്റെ ഡേഫറും പേപ്പറൊക്കെ എടുത്ത് രണ്ടാമത് ക്ലീൻ ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഞാനിതിൽ ഓയിൽ കൊടുത്തിട്ടുള്ള ഒരു മെത്തേഡിൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള വൈഫൈ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്കത് സ്മാർട്ടാക്കി തരാം. നിങ്ങൾ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ USB മൊഡ്യൂൾ ബ്ലൂടൂത്ത് ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നതാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയാണ്. ഇതാണ് നമ്മളെ വാട്സപ്പ് നമ്പർ. ഇതിപ്പോൾ നമ്മൾ ഓരോന്നും സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് നോക്കണം. ഇതിൽ അതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നോക്കിയതിന് ശേഷം നിങ്ങൾ മെസ്സേജ് അയക്കുക. സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ അപ്പൊക്കപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാറില്ല, ഞാൻ ടയർഡായി. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.